ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് 2 moles ഓഫ് മീതെയിൻ. 2 മോൾ മീതെയിൻ്റെ മാസ് എത്ര? ഗ്രാം മാസ്. അപ്പോൾ 1 മോൾ മീതെയിൻ്റെ മാസ് എൻ്റെ ഗ്രാം മാസ് കൂട്ടുമ്പോൾ 1 കാർബൺ 12, 4 ഹൈഡ്രജൻ 4, അപ്പം 16 ഗ്രാം എന്ന് കിട്ടി. അപ്പോൾ 2 മോൾ എന്ന് പറയുമ്പോൾ × 2, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, 16 2 32, അപ്പം 32 ഗ്രാം. അതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ദ IUPAC നെയിം ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ 109. 1 ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? അൺ അല്ലേ? അപ്പോൾ അതിൻ്റെ അബ്രിവിയേഷൻ U ആണ്. 0ക്ക് എന്താ പറയുക? നിൽ. അപ്പോൾ N. ഓക്കെ. ഇനി 9 എന്താ പറയുക? N. ഇനി IUM കൂടെ ചേർക്കുക. അപ്പോൾ അണ്ണിൽ NEM, UNE, ദാറ്റ് ഈസ് എ സിമ്പൽ. IUPAC നെയിം അണ്ണിൽ NEM. ഇനി മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് ഏതാണ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിസിറ്റ്, ഇലക്ട്രോൺ കുറവുള്ള ആൾ. NH3 ഇലക്ട്രോൺ റിച്ച് ആണ്, കാരണം നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. HCl അല്ല, സൾഫ്യൂരിക് ആസിഡും ലോൺ പെയർ ഉണ്ട്. ക്ലോറിൻ ലോൺ പെയർ ഉണ്ട്. സൾഫ്യൂരിക് ആസിഡിൽ സൾഫറിൽ ലോൺ പെയർ ഉണ്ട്. BF3യിൽ 3 ഇലക്ട്രോൺ 3 ഫ്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ 6 ഇലക്ട്രോണേ വരും. ഇലക്ട്രോൺ ഡെഫിസിറ്റാണ്. അപ്പോൾ ഇത് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്ന ആൾ, അവരെ വിളിക്കുന്നവരാണ് ലൂയിസ് ആസിഡ്. അറ്റ് ദ സെയിം ടൈം നൈട്രജനിൽ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ പെയർ ഡോണറാണ്, അതിനെ വിളിക്കുന്നവരാണ് ലൂയിസ് ബേസ്. അപ്പം ലൂയിസ് ബേസ് മീൻസ് ഇലക്ട്രോൺ പെയർ ഡോണർ, ലൂയിസ് ആസിഡ് മീൻസ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ഈസ് ഇലക്ട്രോൺ ഡെഫിസിറ്റ് മോളിക്യൂൾ ഓർ ഇലക്ട്രോൺ ഡെഫിസിറ്റ് സ്പീഷീസ്. ലൂയിസ് ബേസ് മീൻസ് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, ഡ്യൂറിങ് ലെസൈൻസ് ടെസ്റ്റ് ഹാലജൻ ഈസ് പ്രസിപ്പിറ്റഡ് ആസ്. അപ്പോൾ ലെസൈൻസ് ടെസ്റ്റിൽ ഹാലജൻ എന്തായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? അപ്പോൾ എന്താണ് ഹാലജൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക? ഹാലജൻ സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പോൾ സോഡിയം ഹാലൈഡായിട്ടാണ് ലെസൈൻസ് ടെസ്റ്റ് എക്സ്ട്രാക്റ്റിൽ ഹാലജൻ ഉണ്ടാവുക. സോഡിയം വെച്ച് ഉരുക്കുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ ഹാലജൻ ഒരു അയോണിക് കോമ്പൗണ്ടായിട്ട് മാറും, സോഡിയം ഹാലൈഡ്. അപ്പം ആ സോഡിയം ഹാലൈഡ് നമ്മൾ സിൽവർ നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്താണ് ഹാലജൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ സിൽവറും ഹാലജനും കൂടെ ചേർന്ന് സിൽവർ ഹാലൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അത് ക്ലോറിനാണ് ഹാലജനെങ്കിൽ സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് AgCl. ബ്രോമിനാണ് ഹാലജനെങ്കിൽ AgBrൻ്റെ പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അയഡിനാണെങ്കിൽ AgIയുടെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ സിൽവർ ഹാലൈഡായിട്ടാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ലെസൈൻസ് ടെസ്റ്റ് ചെയ്യുന്നത്? ഈ പറയുന്ന ഹാലജൻ, സൾഫർ, നൈട്രജൻ അങ്ങനെയുള്ള ആറ്റങ്ങളെല്ലാം കോവനലി ബോണ്ടാണ്. അവ വെള്ളത്തിൽ നമുക്കത് അയണൈസ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ അയോണിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിൽ നമുക്ക് അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ടായിട്ട് മാറ്റണം. കാരണം അയോണിക് കോമ്പൗണ്ട് വെള്ളത്തിൽ ഡിസോസിയേറ്റ് ചെയ്ത് അയോണുകളായി മാറും. ആ അയോണുകളുടെ സാന്നിധ്യം അനുയോജ്യമായ സൊല്യൂഷൻ ഒഴിച്ച് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കളർ ചേഞ്ചിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി കോവനലി ബോണ്ടഡ് ആയിട്ടുള്ള ഇത്തരം ആറ്റങ്ങളെ അയോണിക് കോമ്പൗണ്ടാക്കി മാറ്റാനാണ് ലെസൈൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ. അഞ്ചാമത്തെ ചോദ്യം, കോൾഡ് ഡൈലൂട്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് KMnO4. KMnO4ൻ്റെ കോൾഡ് ഡൈലൂട്ട് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്നവരാണ് ബേസ് റിയേജൻ. എന്താ വിളിക്കുക? ബേസ് റിയേജൻ. ഓക്കെ. ഇനി ആറാമത്തെ ചോദ്യം, NO ആൻഡ് NO2 ആർ 2 ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജന് 2 ഓക്സൈഡ്സ് ആണ്. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദിസ്? അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം എന്താണ്? നൈട്രജനാണ്, അതിൻ്റെ ഓക്സൈഡ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് മാസ് ഓക്സിജനാണ് ചേരുന്നത് ഒരേ മാസ് നൈട്രജനുമായിട്ട്. അങ്ങനെ ഒരു എലമെൻ്റ് വ്യത്യസ്ത ഓക്സിജൻ ഉണ്ടാക്കിയാൽ അതിൽ ബാധകമായ നിയമം എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ. ഇനി ആ ലോ സ്റ്റേറ്റ് ചെയ്യണം. എന്താ ലോ സ്റ്റേറ്റ് ചെയ്യുക? വെൻ 2 എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്. ഇവിടെ NOയും ഉണ്ടാകുന്നു, NO2 ഉണ്ടാകും അല്ലേ? വെൻ 2 എലമെൻറ്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ 1 കോമ്പൗണ്ട്, ദ ഡിഫറൻറ്റ് മാസ് ഓഫ് വൺ ഓഫ് ദ എലമെൻറ്റ്, അതെവിടെ ആരാ? ഓക്സിജൻ, വിച്ച് കമ്പൈൻസ് വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദ അതർ എലമെൻറ്റ്, അതാരാ? നൈട്രജൻ. 6ൻ്റെ റേഷ്യോ, ഇവിടെ ഒരു ഓക്സിജനാണ്, അത് 16, 2 ഓക്സിജൻ 32.
അതിനെ ചെറുതാക്കിയാൽ 1:2, വിച്ച് എ സിമ്പിൾ മൾട്ടിപ്പിൾ ഓർ എ സിമ്പിൾ റേഷ്യോ. ഇതിനെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയാം. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? 2 എലമെൻറ്റ് ചേർന്ന് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൽ വ്യത്യസ്ത മാസുള്ള എലമെൻറ്റ് ഒരേ മാസുള്ള എലമെൻറ്റുമായിട്ട് ചേരുന്ന റേഷ്യോ എപ്പോഴും ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും, അല്ലെങ്കിൽ സിമ്പിൾ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അത് ഇംഗ്ലീഷ് പറഞ്ഞാൽ എങ്ങനെ പറയും? വെൻ 2 elements combine to form more than one compound, the different masses of one of the element that combines with a fixed mass of the other element is in a simple whole number ratio or in a simple multiple. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി 4 സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിലെ സ്പെക്ട്രൽ ലൈൻ സ്പെക്ട്രം ആദ്യമായിട്ട് നമ്മൾ കണ്ടത് വിസിബിൾ റീജിയനിലാണ്. അത് ബാൾമറാണ്, ബാമർ സീരീസ്. അത് ഹയർ ലെവലിൽ നിന്ന് 2ലേക്ക് വരുന്നതാണ്. എന്നാൽ ഹയർ ലെവലിൽ നിന്ന് 1ലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നവരാണ് ലൈമാൻ സീരീസ്. അതാണ് ഫസ്റ്റ് സീരീസ്, ലൈമാൻ സീരീസ്. ദ സീരീസ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡീഎക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ഹയർ ലെവൽ ടു ദി ഫസ്റ്റ് ലെവൽ അപ്പിയർ ഇൻ ദി ultraviolet region are called Lyman series. What is Balmer series? The series of spectral lines obtained by the de-excitation of electron from higher level to the second level appear in the visible region is called Balmer series. ഇതാണ് 2ാമത്തെ. ഇനി ഹയർ ലെവലിൽ നിന്ന് 3ലേക്ക് വരുന്നതിനെ പാച്ചൻ സീരീസ് എന്ന് വിളിക്കും. PASCHEN, Pachen series. The series of spectral lines obtained by the de-excitation of electron from higher level to the third level appear in the IR region is called Pachen series. Then bracket series, അത് 4ലേക്ക് വരുന്നു. 5ലേക്ക് വരുന്ന ഫൺ സീരീസ്, അതും IR റീജിയനിൽ കിട്ടും. അപ്പോൾ 4 സീരീസ് നമുക്ക് പ്രധാനമായിട്ട് ലൈമാൻ, ബാമർ, പാച്ചൻ ആൻഡ് ബ്രാക്കറ്റ്. One more major series, that is the fun series. Okay, ഇനി 8ാമത്തെ ചോദ്യം. റൈറ്റ് N and L values of 4p. 4pയുടെ Nഉം Lഉം വാല്യൂ. ഇവിടെ ഫ്രണ്ട് കിടക്കുന്ന കോയിഫിഷ്യൻ ഗുണോത്തരമാണ് മേജർ എനർജി ലെവൽ അഥവാ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ കാണിക്കുന്നു. N 4ാമത്തെ ക്വാണ്ടം ലെവൽ, N = 4. ഇനി P സബ്ഷലിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് L വാല്യൂ ഉപയോഗിക്കും. L വാല്യൂ 0 ആണെങ്കിൽ S, L വാല്യൂ 1 ആണെങ്കിൽ P. അപ്പോൾ L = 1. L വാല്യൂ 2 ആണെങ്കിൽ D, L വാല്യൂ 3 ആണെങ്കിൽ F, L വാല്യൂ 4 ആണെങ്കിൽ G. ഇനി അടുത്തത് സ്റ്റേറ്റ് ഓഫ് എ പ്രിൻസിപ്പിൾ. എന്താണ് ഓഫ് എ പ്രിൻസിപ്പിൾ? ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ അതിലുള്ള ഓർബിറ്റൽസ് ഇലക്ട്രോണുകളാൽ ഫില്ല് ചെയ്യപ്പെടുന്നത് എനർജിയുടെ ഇൻക്രീസ് അല്ലെങ്കിൽ എനർജി കൂടുന്ന മുറയ്ക്കാണ്. ആ കൂടുന്ന ഇത് N+L വാല്യൂ വെച്ച് നമുക്ക് പറയാം. N+L വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം ലെവലിനെ കാണിക്കുന്നു. സബ് ലെവലിനെ കാണിക്കുന്ന വാല്യൂ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. ഇനി എവിടെയെങ്കിലും N+L വാല്യൂ സെയിം ആയിട്ടിരുന്നാൽ N വാല്യൂ കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും. ഇതാണ് ഓഫ് എ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ് ഓഫ് എ പ്രിൻസിപ്പിൾ? ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് വിത്ത് ഇലക്ട്രോൺ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. ദാറ്റ് ഈസ് ഓഫ് എ പ്രിൻസിപ്പിൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പീരിയോഡിസിറ്റി. അപ്പോൾ ഒരു പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? സപ്പോസ് നമുക്കൊരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റ് ആറ്റം ഉണ്ടെന്ന് ഇരിക്കട്ടെ. അതിലേക്ക് ഞാൻ ഒരു ഇലക്ട്രോണെ കൊടുക്കുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? അതിനിഷ്ടമുണ്ടെങ്കിൽ ആ ഇലക്ട്രോണെ സ്വീകരിക്കും. ഇഷ്ടമില്ലെങ്കിൽ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പം അതിനാവശ്യമുണ്ട്, ഒരു ഇലക്ട്രോണെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണെ ആവശ്യമുണ്ടെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി കൂടണമല്ലോ. അങ്ങനെ വരുമ്പോൾ എനർജി കുറയും. അപ്പോൾ കുറേ എനർജിയെ പുറത്ത് കളയും. ഇതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് എപ്പോഴ്? വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ്. ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നു. എങ്ങോട്ട്? എ ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അതായത് ഒരു ന്യൂട്രൽ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഒരു ആറ്റം എൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിലേക്കൊരു ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം എനർജി അത് പുറന്തള്ളുന്നു അതിൻ്റെ അളവിനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ഒരു ന്യൂട്രൽ ഗേഷ്യസ് ഐസൊലേറ്റ് ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇരിക്കുന്നു, ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് മോണോ വാലൻ നെഗറ്റീവ് അയണായിട്ട് മാറി. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അടുത്തത്
എൻ്റെ കൂടുള്ളത് വൈ ഈസ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ് ദാൻ ക്ലോറിൻ. ക്ലോറിനെ അപേക്ഷിച്ച് ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് എൻതാൽപ്പി കുറവാണ്, ലെസ് നെഗറ്റീവ്. റിലീസ് ചെയ്യുന്ന എനർജി കുറവാണ്. നമ്മൾ ഫ്ലൂറിനല്ലേ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്, അപ്പോൾ കൂടുതൽ എനർജി ഫ്ലൂറിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ക്ലോറിനിലാണ് കൂടുതൽ എനർജിയും റിലീസ് ചെയ്യുന്ന ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ഫ്ലൂറിന് താരതമ്യേന കുറവാണ്. അതിനെന്താണ് കാരണം? അത് ഫ്ലൂറിൻ്റെ ചെറിയ സൈസാണ് പ്രശ്നം. ഫ്ലൂറിന് 2 ക്വാണ്ടം ലെവലേ ഉള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ്റെ 2p ലെവലെന്ന് പറയുന്നത് വളരെ ചെറിയ കോമ്പാക്റ്റ് ലെവലാണ്. എന്നാൽ ക്ലോറിൻ വലിയ സൈസാണ്. അതിൻ്റെ 3rd ലെവലിലാണ് ഇലക്ട്രോണെ നമ്മൾ ആഡ് ചെയ്യുന്നത്, 3p അപ്പോൾ ഡ്യൂ ടു ദ വെരി സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം, ഫ്ലൂറിൻ്റെ ചെറിയ സൈസ് ആയതുകൊണ്ട് ഇറ്റ് എക്സ്പീരിയൻസസ് മോർ ഇലക്ട്രോൺ റിപ്പൽഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഫ്രം ദ ഇൻകമ്മിങ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണെ നമ്മളങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 2p ലെവൽ 5 ഇലക്ട്രോൺ കുറച്ച് സ്ഥലത്ത് കിടക്കുമ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലാണ്. ആ ഇലക്ട്രോണിക് റിപ്പൽഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കുറച്ചധികം എനർജി, റിലീസ് ചെയ്യേണ്ട എനർജി ചിലവാകും. അപ്പോൾ മിച്ചമുള്ളത് റിലീസ് ചെയ്യും. അപ്പോൾ അത് കുറഞ്ഞു പോയി. എന്നാൽ ക്ലോറിൻ്റെ സൈസ് വളരെ വലുതായതുകൊണ്ട് അവിടെ ഇലക്ട്രോണെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് റിപ്പൽഷൻ താരതമ്യേന കുറവാണ്. അപ്പോൾ റിലീസ് ചെയ്യേണ്ട എനർജിയിൽ വളരെ ചെറിയൊരു എനർജി മതി ഇലക്ട്രോണിക് റിപ്പൽഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ. അപ്പോൾ താരതമ്യേന കൂടുതൽ എനർജി റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ വളരെ ചുരുക്കി നമുക്ക് അതിന് ആൻസർ എഴുതിയാൽ മതി. വൈ ഈസ് ഇലക്ട്രോണിക് എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് നെഗറ്റീവ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് ഫ്ലൂറിൻ ആറ്റം ആൻഡ് ഹെൻസ് മോർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ഇത്രയും മതി. ഫ്ലൂറിൻ്റെ ചെറിയ സൈസ് കാരണത്താൽ അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതലാണ്, അതുകൊണ്ടാണ്. എന്നാൽ ക്ലോറിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് അവിടെ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാണ്. ഇനി 10ാമത്തെ ചോദ്യം, വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? അയണൈസേഷൻ എൻതാൽപ്പി എന്താണ്? ഇലക്ട്രോൺ എൻതാൽപ്പിക്ക് നേരെ തിരിച്ച് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ആറ്റത്തിൽ നിന്ന് നമുക്ക് ന്യൂട്രൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്നു വിചാരിക്കട്ടെ. അതിൽ നിന്ന് എനിക്കൊരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം, ഒരു ഇലക്ട്രോണെ ഇളക്കി മാറ്റണം. അപ്പോൾ എന്താവും? A+ അയോൺ ഇൻ ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അങ്ങനെ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് ബൈൻഡഡ് അല്ലേ? അപ്പോൾ അതിനെ ഇളക്കി മാറ്റണമെങ്കിൽ കുറച്ച് എനർജി അങ്ങോട്ട് കൊടുക്കണ്ടേ? അതിനെ വിളിക്കുന്നവരാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ്, ആവശ്യമായി വരുന്ന എനർജി, ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് എന്തിനാ? ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. എവിടുന്ന്? ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഒരു ആറ്റം ഒറ്റയ്ക്ക് ഗേഷ്യസ് സ്റ്റേറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ പുറമേ ഉള്ള ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണെ ഇളക്കി മാറ്റാൻ ആവശ്യമായി വരുന്ന എനർജിയുടെ മിനിമം അളവിനെ വിളിക്കുന്നവരാണ് ഇലക്ട്രോൺ അയണൈസേഷൻ എൻതാൽപ്പി. വാട്ട് ഈസ് അയണൈസേഷൻ എൻതാൽപ്പി? ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അയണൈസേഷൻ എൻതാൽപ്പിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ചോദിക്കാം. ഒന്ന്, ആറ്റത്തിൻ്റെ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ സൈസ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. നമ്പർ 2, ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി കൂടും. സ്റ്റേബിൾ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഹയർ ദ അയണൈസേഷൻ എൻതാൽപ്പി. പിന്നെ സ്ക്രീനിങ് ഇഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺ. ചില 4ാമത്തെ ക്വാണ്ടം ലെവൽ മുതൽ എന്താ പറ്റുക? പുറത്ത് ഇലക്ട്രോൺ വന്നിട്ട് അകത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അകത്ത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് പുറത്തെ ഇലക്ട്രോണെ ന്യൂക്ലിയസിൽ നിന്ന് മറയ്ക്കും. അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറയും. ഇതേ ഫാക്ടേഴ്സ് തന്നെ നമുക്ക് ഇലക്ട്രോണിക് എൻതാൽപ്പിയിലും പറയാം. ഇലക്ട്രോണിക് എൻതാൽപ്പി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ആറ്റത്തിൻ്റെ സൈസ്, അതുപോലെ ന്യൂക്ലിയർ ചാർജ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഇതിനകത്ത് സെക്കൻഡ് പാർട്ട് നോക്കിയേ. ഫസ്റ്റ്, അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറിലിയം. ബോറോണിൽ എന്താ പ്രത്യേകത? ഔട്ടർ ലെവൽ എന്ന് പറയുന്നത് 2s2 2p1 2s2 5 ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ ബെറിലിയത്തിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 1s2 അപ്പോൾ ഔട്ടർ ലെവൽ 2s2 കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ബോറോൺ ഹാസ് എ ലെസ് സ്റ്റേബിൾ 2s2 ഹാഫ് ഫിൽഡും അല്ല, ഫുള്ളി ഫിൽഡും അല്ല. അപ്പോൾ അത് ആ കോൺഫിഗറേഷൻ ലെസ് സ്റ്റേബിളാണ്. എന്നാൽ ബെറിലിയത്തിന് 2s2 ആണ് ഏറ്റവും പുറമേയുള്ള കോൺഫിഗറേഷൻ. ആ എസ് ലെവൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അപ്പോൾ അത് സ്റ്റേബിളാണ്. അതുകൊണ്ട് ബെറിലിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണെ
റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി ബോറോണിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ബോറോണിൽ പിയിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്താൽ എസ് ഫുള്ളാവും. അപ്പോൾ ആ ഒരു ഇലക്ട്രോണേ ഉള്ളതുകൊണ്ട് അത് ഹാഫ് ഫിൽഡും അല്ല ഫുള്ളി ഫിൽഡും അല്ല, അതുകൊണ്ട് ആ ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനുള്ള എനർജി താരതമ്യേന കുറവാണ്. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെറിലിയം. ഇനി അടുത്ത് നോക്കി, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണത്? വാട്ട് ഈസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി whose value depends on the initial and final state of the system and not on the path followed. അപ്പോൾ ചില തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ആ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, മറിച്ച് അത് ഫോളോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരം ഫംഗ്ഷനെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. പ്രഷർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, വോളിയം ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, ടെമ്പറേച്ചർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, എൻട്രോപ്പി എസ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ, enthalpy H is a state function, internal energy U is a state function, free energy G is a state function, and these are some typical examples of state function. And all these property depends on the initial and final state of the system and not on the path followed. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഒരു കോൺജുഗേറ്റ് ആസിഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഒരു H+ ആഡ് ചെയ്യാം. ആസിഡ് എന്ന് പറയുമ്പോൾ H+ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നൈട്രജനിലെ ലോൺ പെയറിലേക്ക് H+ ആഡ് ചെയ്യുമ്പോൾ NH3+ ആവും. അപ്പോൾ NH4+ ആഡ് ചെയ്യുമ്പോൾ ഒരു H കൂടെ കൂടും, NH4+. അപ്പോൾ NH3 NH4+ തമ്മിലുള്ള വ്യത്യാസം ഒരു H+ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പേസ് എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എഴുതണം. അപ്പോൾ NH3 നിന്ന് അതിൻ്റെ കോൺജുഗേറ്റ് ബേസ് എഴുതാൻ ഒരു H+ കളയാം. കോൺജുഗേറ്റ് ആസിഡ് എഴുതാൻ H+ ആഡ് ചെയ്യുക, കോൺജുഗേറ്റ് ബേസ് എഴുതാൻ H+ കളയുക. H+ കളഞ്ഞാൽ എന്ത് കിട്ടും? NH2, ഒരു H കുറഞ്ഞു. അപ്പോൾ നൈട്രജൻ ഒരു നെഗറ്റീവ് ചാർജ്, NH2-. അതുപോലെ H2SO4, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടാൻ ഒരു H+ ആഡ് ചെയ്യുക. അപ്പോൾ എന്താവും? H2SO4. ഇനി കോൺജുഗേറ്റ് ബേസ് കിട്ടാൻ ഒരു H+ കളയുക. അപ്പോൾ എന്താ? SO4(2-). ആൻഡ് ദെയർഫോർ ദീസ് ആർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പേസ്. എന്താണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പേസ്? ദ പേസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസ് വിച്ച് ആർ ഡിഫർ ബൈ ആൻ H+. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പേസ് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടുപേരെ ചേർത്ത് വരും പെയറായിട്ട്. അപ്പോൾ തമ്മിൽ ഒരു H+ൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്നതിനാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പേസ്. ഓക്കെ. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. HAuCl4. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ +1 ഓക്സിജൻ അവസ്ഥയാണ്. ക്ലോറിൻ 4 ക്ലോറിന് 4- ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ 1+ ആയേ. അപ്പോൾ പിന്നെ ന്യൂട്രലാവാൻ ഗോൾഡ് എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അപ്പോൾ ആ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ എഴുതി കാണിക്കും. അപ്പോൾ HAu3Cl4. ഓക്കെ. MnO2, ഒരു ഓക്സിജൻ -2 ആണ്. അപ്പോൾ 2 ഓക്സിജൻ -4. ന്യൂട്രൽ ആവണമെങ്കിൽ മാംഗനീസ് 4 ആയിരിക്കണം. അപ്പോൾ Mn4O2. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇനി 14ാമത്തെ ചോദ്യം നോക്കുക. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഇവിടെ നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കുക. എന്താ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഒരു ഹൈഡ്രോ കാർബണിൽ H പകരം വരുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റം. ഇവിടെ ധാരാ OH ആണ്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നെയിം ചെയ്യുമ്പോൾ ആദ്യം ഫങ്ഷണൽ ഗ്രൂപ്പ് ഉൾപ്പെട്ട ഏറ്റവും നീളം കൂടിയ ചെയിൻ സെലക്ട് ചെയ്യും. അതായിരിക്കുമല്ലോ. ഇനി ഇതിനെ നമ്പർ ചെയ്യണം, കാർബൺ ആറ്റത്തെ നമ്പർ ചെയ്യണം. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് പോസിബിൾ നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്താൽ 1, 2, 3, 4 കിട്ടും. ഇവിടുന്ന് നമ്പർ ചെയ്താൽ 1, 2, 3 കിട്ടും. അപ്പോൾ കറക്റ്റ് നമ്പറിങ് ഇവിടെ നിന്നാണ്. അപ്പോൾ 4, 5, 6. അപ്പോൾ ഈ 5ാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് ഉണ്ട്. ഏതാ? മീഥൈൻ. അപ്പോൾ ആൽക്കൈൽ ബ്രാഞ്ച് എപ്പോഴും പ്രിഫിക്സ് ആയിട്ട് ഫ്രണ്ടിൽ എഴുതും. അപ്പോൾ പ്രിഫിക്സിൽ നമുക്ക് എഴുതാനുള്ളത് ആര് മാത്രമാണ്? 5ാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് ആണല്ലോ.
ഇത് കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് മീൻസ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ പേരൻറ്റ് ചെയിൻ. പേരൻറ്റ് ചെയിൻ മീൻസ് ദ ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ കണ്ടെയ്നിങ് ഓൾ ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. അതിവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. 6 കാർബണിൻ്റെ റൂട്ട് വേർഡ് ഹെക്സ്. അത് കഴിഞ്ഞാൽ പ്രൈമറി സഫിക്സ്. ഈ പ്രൈമറി സഫിക്സ് എന്തിനെ കാണിക്കുന്നു? വെദർ ദ കോമ്പൗണ്ട് ഈസ് സാച്ചുറേറ്റഡ് ഓർ അൺസാച്ചുറേറ്റഡ്. ഇവിടെ കാർബൺ ചെയിൻ നോക്കി എല്ലാം സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ ANE. ഇനി സെക്കൻഡറി സഫിക്സ് എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് ഒന്നേ ഉള്ളെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ എഴുതണ്ട, അത് മാറ്റിയിട്ട് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ്. OH ഗ്രൂപ്പിൻ്റെ സഫിക്സ് നെയിം ഓളാണ്. അപ്പോൾ 5-methyl hexane 3-ol. ദാറ്റ്സ് ഹൗ യു പാർക്ക് നെയിം. ഇനി അടുത്തത്, ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പുണ്ട്. കീറ്റോണിക് ഗ്രൂപ്പുണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പുണ്ട്. അപ്പം ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി ഉണ്ട്, റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ. അതിൽ ആസിഡ് ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല, ദാറ്റ് ഷുഡ് ഗെറ്റ് ദ ലോവസ്റ്റ് നമ്പർ. 1 2 3 4 5 6. ഇവിടെ ആൽക്കൈൽ ബ്രാഞ്ച് ഒന്നുമില്ല. പ്രിഫിക്സ് ആയിട്ട് ഫ്രണ്ടിൽ എഴുതാൻ ഹാലജൻ ഉണ്ടെങ്കിൽ എഴുതും, ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എഴുതും, ആൽക്കോക്സി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എഴുതും, ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എഴുതും, നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എഴുതും പ്രിഫിക്സ് ആയിട്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, പ്രിഫിക്സിൽ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ പ്രിഫറൻസ് കുറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫ്രണ്ടിലിടും. അതുകൊണ്ട് എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പിനും പ്രിഫിക്സ് നെയിമും ഉണ്ട്, സഫിക്സ് നെയിമും ഉണ്ട്. അപ്പോൾ CO ഗ്രൂപ്പ് ആണ് ഇവിടെ പ്രയോറിറ്റി എങ്കിൽ അത് സഫിക്സ് എഴുതിയാൽ ONE എന്നാണ് എൻ്റെ സഫിക്സ് നെയിം. എന്നാൽ പ്രിഫിക്സ് നെയിം എന്ന് പറയുന്നത് ഓക്സോ എന്നാണ്. എന്താ ഇവിടെ പ്രിഫിക്സ് എഴുതാൻ കാരണം? കീറ്റോണിക് ഗ്രൂപ്പിനേക്കാളും പ്രയോറിറ്റി ഉള്ള ആസിഡ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ പ്രിഫിക്സ് ആയിട്ട് വരും. അപ്പോൾ പ്രിഫിക്സ് നമുക്കിവിടെ എഴുതാനുള്ളത് 5ാമത്തെ പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പ്, 5 ഓക്സോ. ദെൻ കംസ് റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 6 കാർബൺ. 6 കാർബണിൻ്റെ റൂട്ട് വേർഡ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ ഹെക്സ്. ഇനി പ്രൈമറി സഫിക്സ്. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ടല്ലേ, അപ്പോൾ ANE. ലാസ്റ്റ് ലെറ്റർ മാറ്റി 1ാമത്തെ പൊസിഷനിൽ സെക്കൻഡറി സഫിക്സ് മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് COH ഗ്രൂപ്പിൻ്റെ സഫിക്സ് നെയിം OIC ആസിഡ്. അപ്പോൾ 1 OIC ആസിഡ്. അപ്പോൾ 1 ആണെങ്കിൽ പറയണമെന്നില്ല, ഹെക്സനോയിക് ആസിഡ് എന്ന് എഴുതിയാലും മതി. 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ് എന്ന് എഴുതിയാലും 1 ആണെങ്കിൽ അത് പറയണമെന്നില്ല. അപ്പോൾ 5 ഓക്സോ ഹെക്സേൻ 1 OIC ആസിഡ് അല്ലെങ്കിൽ 5 ഓക്സോ ഹെക്സനോയിക് ആസിഡ്. ഓക്കെ.